ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ടിക്ക മസാലയാണ് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ. അപ്പോൾ ഒരു നല്ലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോയ ടിക്ക മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം, ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ടാവും, വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് സോയ ചങ്ക്സ് 150 ഗ്രാമാണ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. ഇപ്പം നമ്മളുടെ സോയ ചങ്ക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചങ്ക്സിന് കൂടുതലായിട്ട് വലിപ്പക്കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നടുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ സീഡിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നോർമൽ ചില്ലി പൗഡറാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുഞ്ഞ് സവോളയും ഒരു ചെറിയ ക്യാപ്സിക്കവും സ്ക്വയർ പീസസായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ആ സോയ ചങ്ക്സ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ്സ് എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് ഇവിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇത് കറക്റ്റ് പാകത്തിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതൊന്ന് നോക്കൂ, ഈ സോയ ചങ്ക്സുമ്മ അവിടെ ആയിട്ട് ഒരു റെഡിഷ് കളർ വന്നിട്ടില്ല, ഒരു ടിക്കയുടെ ഒരു കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഇനി ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം ഒരു വഴനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊന്നത് പീസാക്കി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു കുഞ്ഞ് സവോള ചെറുതായിട്ട് ചോപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ സവോള നല്ലൊരു റെഡിഷ് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് അല്പം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. ഈ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് 1-2 തവണ പൾസ് മോഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാതെ നമ്മളതങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നല്ല ചൂട് വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ അളവൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് വെള്ളം ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മൂടിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൗഡറാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രേവി കറക്റ്റാണ്. കാരണം ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരുവേ. ഇനി ഇതിലേക്ക് ലാസ്റ്റായി നമ്മൾ ചേർക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെയിനറിലിട്ട് ഈ കസൂരി മേത്തി ഇങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഈ കമ്പുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടി മാത്രമേ നമ്മളുടെ ഈ കറിയിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയില ഉണക്കിയതാണ്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണേ. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ഒരല്പം മല്ലിയിലയും അതുപോലെ 2-3 പച്ചമുളകൊന്ന് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി സോയ ചങ്ക്സ് ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഈവൻ ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. നമ്മളപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ സോയ ചങ്ക്സ് ടിക്ക മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.